ഹലോ ഹായ് ഡിയേഴ്സ്, സിന്ധുവിൻ്റെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സാരി ബോക്സ് പ്ലീറ്റിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ബോക്സ് പ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് സാരിയുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ നോക്കണം. എന്നിട്ട് ഫ്ലവറൊക്കെ നല്ല രീതിക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ സാരി നൂത്തെടുക്കാൻ. എന്നിട്ട് ഇങ്ങനെ റഫായിട്ട് ഞാനൊരു പിന്ന് കുത്തുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഹെൽപ്പിന് ആരാണോ ഉള്ളത് അവരുടെ കൈ കൊടുത്തിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ടുള്ള പ്ലേറ്റ്സ് എടുക്കാൻ. ഇങ്ങനെ കൈ അടിയിലേക്ക് കൊടുത്ത് നല്ല കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ വേണം എടുക്കാൻ. എന്നിട്ട് നമുക്ക് അവിടെ ഒരു പിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ പിൻ ചെയ്ത ശേഷം നമുക്ക് ആദ്യം നമ്മൾ റഫായിട്ട് കുത്തിയ പിൻ മാറ്റിയ ശേഷം മറ്റേ പിൻ ചെയ്തേക്കുന്ന വെച്ച് നമ്മൾ കറക്റ്റായിട്ട് പ്ലേറ്റ് എടുത്ത് അവിടെ നമ്മളൊന്നും കൂടെ നന്നായിട്ട് പ്ലേറ്റ് കൈ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്ക് വീണ്ടും അവിടെ പിൻ ചെയ്യണം. നമുക്ക് എത്രത്തോളം മുന്താണി വേണമെന്ന് നോക്കിയിട്ട്, അതായത് നമ്മൾ ബേക്കിലേക്ക് ഇടുന്ന തുമ്പ് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി പ്ലേറ്റും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ കുറച്ചുകൂടെ എന്തായാലും എടുത്താലേ നമുക്ക് ഷോൾഡറിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇറക്കം കിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് തന്ന കുട്ടിക്ക് ഇച്ചിരി കൂടെ ഹൈറ്റ് കുറവാണ്. അപ്പോൾ അവൾക്ക് ഇത് ഒത്തുകൂടെയും കയറി നിൽക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ശകലം കൂടെ തുമ്പ് കൊടുക്കാമെന്ന്. സാധാരണ നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ അറിയാലോ നമുക്ക് എത്രത്തോളം തുമ്പ് ഒക്കെ വേണ്ടി വരും നമുക്കറിയാലോ. അങ്ങനെ അല്ലാത്തവരെ നമുക്ക് മെഷർമെൻറ്റ് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് നമ്മൾ അളന്ന് നോക്കുകയോ ചെയ്താൽ മനസ്സിലാവും. പക്ഷേ ഇപ്പം എനിക്ക് ഈ കുട്ടിയെ നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് എനിക്ക് അവളെ മെഷർമെൻറ്റ് അറിയാമെന്നുള്ളത് കൊണ്ടും ഞാൻ അത് കണക്കാക്കിയാണ് മുന്താണിക്ക് തുമ്പ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ നോർമൽ സാരി എങ്ങനെയാണോ ചുറ്റിയെടുക്കുന്നത് അതുപോലെ ഒന്ന് ചുറ്റിയെടുത്ത ശേഷം ഞാൻ അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പ്ലീറ്റ് ചെയ്ത മുന്താണി നമ്മൾ ഷോൾഡറിലേക്ക് ഇട്ട് അത് ലെങ്ത് നോക്കിയതിന് ശേഷം നമ്മളിങ്ങനെ മുട്ട് വരെ, നമ്മൾ സാരിയുടെ മുട്ട് വരെ നമ്മളിങ്ങനെ ആ സാരിയുടെ സൈഡ് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഭാഗം എത്രയാണോ അത് കണക്കാക്കി നമുക്ക് പ്ലീറ്റ് എടുക്കാം. അധികം വണ്ണമില്ലാത്ത കുട്ടി ആയതുകൊണ്ട് ഞാൻ എനിക്ക് ഇടുന്നതിനേക്കാളും ഒരു 2 പ്ലേറ്റ് അധികമാണ് ഞാൻ ഫ്രണ്ടിൽ പ്ലേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതവർക്ക് കറക്റ്റായിരിക്കും. ആ രീതിക്ക് ഞാൻ അവിടെ ഒന്ന് പ്ലേറ്റുകളെല്ലാം കൂടെ അടുക്കി ഒരു പിൻ ചെയ്ത ശേഷം ഇത് കംപ്ലീറ്റ് ഞാൻ ഇളക്കിയ ശേഷം നമുക്കിനി നമ്മൾ എടുത്ത് പിൻ ചെയ്തതും കൂടെ നമുക്കൊന്ന് പ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ എൻഡിലും സെൻറ്ററിലുമായിട്ട് നമുക്ക് ഓരോ പിന്നുകൾ കൊടുക്കേണ്ടതുണ്ട്. എങ്കിലും നമുക്കത് പോവാതെ അയൺ ചെയ്യാൻ പറ്റും. ഫ്രണ്ടിൽ വരുന്ന പ്ലേറ്റാണ് ആദ്യം ഞാൻ തേക്കുന്നത്. ഒരുപാട് ചൂടിടുന്നില്ല. സോഫ്റ്റ് സിൽക്ക് സാരി ആയതുകൊണ്ട് ഒരുപാട് ചൂടിടാൻ പാടില്ല. ചിലപ്പോൾ നമുക്ക് ഉരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജസ്റ്റ് ചൂട് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ഇനി ഫ്രണ്ടിലേക്കുള്ള മുന്താണി കൂടെ ഞാനൊന്ന് അയൺ ചെയ്യാണ്. അകവും പിറവും തിരിച്ച് ഞാൻ അയൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബോക്സ് പ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ചെയ്യാവൂ. കാരണം ഇല്ലെങ്കിൽ നമുക്ക് സാരി ഉരുപ്പോയാൽ വേറൊരാളുടെ സാധനമാണ്. അപ്പോൾ നമുക്ക് സമയത്ത് പകരം സാധനം കൊടുക്കാനോ അല്ലെങ്കിൽ ആ സെയിം സാധനം നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനോ പറ്റാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ചൂട് അഡ്ജസ്റ്റ് ചെയ്തും സ്വിച്ച് ഓഫ് ചെയ്തും ഓൺ ചെയ്തും ഒക്കെയാണ് ഞാൻ സാരി ബോക്സ് പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന പ്ലേറ്റാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അത് നന്നായിട്ട് ഫ്രണ്ട് ഭാഗം ആയതുകൊണ്ട് നന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണം തേക്കാൻ. തേച്ച് നമ്മൾ സെറ്റാക്കിയ ശേഷം നമ്മൾ ആ പ്ലേറ്റ്സ് ഒന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പിന്നുകൾ ഇടയ്ക്കിടയ്ക്ക് പ്ലേറ്റുകളിൽ കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിത് ഫോൾഡ് ചെയ്ത് വരുമ്പോഴോ അല്ലെങ്കിൽ അവർക്കത് ഉപയോഗിക്കാൻ എടുക്കുമ്പോഴോ ഈ പ്ലേറ്റുകളൊന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ പിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് സാരി ബോക്സാക്കി സെറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ സാരി അകഭാഗം, അതായത് അഴുക്ക വശം വേണം നമ്മൾ പുറത്തേക്ക് വെക്കാൻ. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന പ്ലേറ്റ് എടുത്ത് വെച്ച ശേഷം അതിലേക്ക് നമ്മൾ ബാക്കി വരുന്ന അകത്തേക്ക് നമ്മൾ ചൊരുകി വെക്കുന്ന സ്ഥലത്തെ പ്ലേറ്റുകൾ നന്നായിട്ട് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്ത് അതിൻ്റെ പുറത്ത് കറക്റ്റാക്കി നമുക്ക് കറക്റ്റ് പൊസിഷനിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ച ശേഷം ആ ഫ്രണ്ടിൽ പ്ലേറ്റ് എടുത്ത കുറേ ഭാഗം നമ്മൾ ഒന്ന് മടക്കി വേണം ഇതിനുള്ളിലേക്ക് വെക്കാൻ. ഇങ്ങനെ വെച്ച ശേഷം സൈഡിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണോ ബോക്സ് വരുന്നത് ആ രീതിക്ക് നമ്മൾ എടുക്കണം. ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ഏകദേശം ഇതേപോലെ നമുക്ക് പ്ലേറ്റുകൾ തിരിച്ചെടുക്കാൻ പറ്റും. അപ്പം നല്ല കറക്റ്റായിട്ട് ഫ്രണ്ട് ഭാഗം തന്നെ വരും. അതിനായിട്ട് നമ്മൾ അകവശമാണ് ബോക്സ് ചെയ്യാൻ നേരത്ത് വെക്കേണ്ടത്. സാരിയുടെ അകവശമാണ് വെക്കേണ്ടത്. അങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ബോക്സ് ആക്കി എടുക്കാം. ഒരു സെറ്റ് സാരി കൂടെ നമ്മൾ ബോക്സ് പ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓണാഘോഷത്തിനായിട്ടാണ്. അത് ഞാൻ ഷോപ്പിൽ വെച്ചിട്ടാണ് എനിക്ക് കൈ കിട്ടിയത്. അങ്ങനെ ഞാനത് ഷോപ്പിൽ വെച്ചിട്ട് ബോക്സ് പ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ബൈ ബൈ.